കുട്ടികളെ എങ്ങനെ വളർത്തണം എന്നുള്ളതിനെ പറ്റി ചാണക്യതന്ത്രത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. മുട്ടോളം എത്തിയാൽ രാജൻ, അരോളം എത്തിയാൽ ദാസൻ, തോളോളം എത്തിയാൽ മിത്രൻ. 3 ഘട്ടങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ആദ്യത്തെ 5 വർഷം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആദ്യത്തെ 5 വയസ്സ് വരെയുള്ള കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞിനെ ഒരു രാജകുമാരനെ പോലെ വളർത്തണമെന്നാണ് പറയുന്നത്. ആവശ്യപ്പെടുന്നതെല്ലാം മേടിച്ചു കൊടുത്തല്ല, സ്നേഹവും പരിലാളനയും ആവോളം നൽകി കുഞ്ഞിനെ വളർത്തുക. കുഞ്ഞവിടെ രാജകുമാരനാവുമ്പോൾ അച്ഛനവിടെ രാജാവായിരിക്കും, അമ്മ രാജ്ഞിയായിരിക്കും. ഈ രണ്ടുപേരിൽ ആരെങ്കിലും അടിമയായാൽ അവിടെ കുട്ടി രാജ്യത്വം വിടില്ല, പിന്നീട് കുഞ്ഞ് രാജാവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും വീട്ടില്. അടുത്തൊരു പ്രധാനപ്പെട്ട കാലഘട്ടമാണ് 5 വയസ്സ് മുതൽ 15 വയസ്സ് വരെയുള്ള കാലഘട്ടം. അടിമയെ പോലെ വളർത്തുമെന്നാണ് പറയുന്നത്. അടിമ എന്ന് പറയുമ്പോൾ ശിക്ഷിച്ച് വളർത്തുമെന്നുള്ളതല്ല. ഈ ഒരു കാലഘട്ടത്തിലാണ് അച്ചടക്കം, മര്യാദ, അനുസരണ ഇതെല്ലാം പഠിച്ചെടുക്കുന്നത്. ഈ കാലഘട്ടം ജീവിതത്തിന്റെ വലിയൊരു കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തെ ആശ്രയിച്ചിരിക്കും ഒരു കുഞ്ഞിന്റെ വ്യക്തിത്വത്തിന്റെ ഗുണനിലവാരം. അപ്പം അത് ഓർത്തിരിക്കുക. കുഞ്ഞിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലഘട്ടമാണ് 5 വയസ്സ് മുതൽ 15 വയസ്സ് വരെയുള്ള കാലഘട്ടം. അത് കഴിഞ്ഞിട്ടുള്ള ഒരു കാലഘട്ടമാണ് 15 വയസ്സിന് ശേഷമുള്ള ഒരു കാലഘട്ടം. ഈ 2 കാലഘട്ടത്തിലും നമ്മുടെ കുഞ്ഞിന്റെ ജീവിത നിലവാരം നന്നായാൽ നമ്മൾക്ക് നമ്മുടെ കുഞ്ഞിനെ ഒരു മിത്രമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. 3 ഘട്ടത്തെ പറ്റി ഓർത്തിരിക്കുക. പിന്നെ മനഃശാസ്ത്രത്തിന്റെ പിതാവായ സിഗ്മണ്ട് ഫ്രോയിഡ്, അദ്ദേഹത്തിന്റെ സൈക്കോസെക്ഷൽ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് വളരെ പ്രധാനപ്പെട്ട ഒരു തിയറിയാണ്. അതുപോലെ തന്നെ ജീൻ പിയാഷയുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റൽ തിയറി, കുട്ടികളെ കൈകാര്യം ചെയ്യുന്ന എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട 2 തിയറികളാണിത്. ബിഎഡിനും അതുപോലെ കേട്ടറ്റിനും ഒക്കെ പഠിക്കാനുള്ളതാണിത്. അപ്പൊ ഇതിനകത്ത് സിഗ്മണ്ട് ഫ്രോയിഡ് അദ്ദേഹം ജീവിത കാലയളവിനെ 5 സ്റ്റേജസുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്, 5 ഘട്ടങ്ങളായിട്ട്. ആ ഓരോ ഘട്ടത്തിലും ഓരോരുത്തരും നേടേണ്ടതും ആർജിക്കേണ്ടതുമായ കഴിവുകളെ പറ്റിയും അതിനകത്ത് പറയുന്നുണ്ട്. അതിനകത്ത് എന്തെങ്കിലും ഫിക്സേഷൻ വന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നതെന്നും പറയുന്നുണ്ട്. അപ്പൊ ഈ 5 സ്റ്റേജസിനെ നമുക്ക് ഒരു 5 ലെവലുള്ള ഗെയിമായിട്ട് എടുക്കാം. 5 ലെവലുള്ള ഗെയിം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ആദ്യത്തെ ലെവൽ ജയിക്കുന്ന വ്യക്തികൾക്ക് മാത്രമാണ് 2ാമത്തെ ലെവലിലേക്ക് പോകാൻ പറ്റുള്ളൂ. 2ാമത്തെ ലെവൽ ജയിക്കുന്ന വ്യക്തിക്കാണ് 3ാമത്തെ ലെവലിലേക്ക് പോകാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മുടെ ജീവിതമാകുന്ന ഈ 5 ഘട്ടങ്ങളില് ഈ വളർച്ചയുടെ കാലഘട്ടം എന്ന് തന്നെ എടുത്തോ, ഈ വളർച്ചയുടെ കാലഘട്ടത്തിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അവിടെ ഫിക്സേഷൻ ഉണ്ടായാൽ, ഫിക്സേഷൻ എന്ന് പറഞ്ഞാൽ ആർജിക്കേണ്ടതോ കിട്ടേണ്ടതായ കഴിവുകളിൽ എന്തെങ്കിലും കുറവുകളോ പ്രശ്നങ്ങളോ ഉണ്ടായാൽ ആ വ്യക്തി അടുത്ത ലെവലിലേക്ക് പോകും. ആദ്യത്തെ ലെവലിൽ പ്രശ്നമായിരുന്നു, പക്ഷെ 2ാമത്തെ ലെവലിലേക്ക് ശരീരം കൊണ്ട് ഈ ആളെത്തും, മനസ്സ് മുരടിച്ച് 1ാമത്തെ ലെവലിൽ തന്നെ കിടക്കും. പിന്നെ ഈ പ്രശ്നം 2ാമത്തെ ലെവലിൽ ഇദ്ദേഹത്തിന് ഓടൊപ്പം ഉണ്ടാവും. പിന്നെ 2ാമത്തെ ലെവലിൽ നിന്ന് 3ാമത്തെ ലെവലിലേക്ക് ശരീരം കൊണ്ട് എത്തും, മനസ്സുകൊണ്ട് എത്താതെ പോകും, മനസ്സ് മുരടിച്ചു പോകും. ഇതിനൊക്കെ നമ്മൾ ഫിക്സേഷൻ എന്നാണ് പറയുന്നത്. ഫിക്സേഷൻ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ധ്യാനത്തിലൊക്കെ കേൾക്കാറുണ്ട് ആന്തരിക മുറിവുകളെന്ന്, അങ്ങനെ നമുക്ക് അതിന് വേണമെങ്കിൽ എടുക്കാം. അപ്പൊ അവിടെ ആർജിക്കേണ്ടതും കിട്ടേണ്ടതുമായ റിസോൾവ് ചെയ്യപ്പെട്ടാത്ത പ്രശ്നങ്ങളിൽ നിന്നാണ് പിന്നീട് മാനസിക രോഗങ്ങളും അതുപോലെ മദ്യാസക്തി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നുകൂടുന്നത്, അല്ലെങ്കിൽ ലഹരിയോടുള്ള അമിതമായ ആസക്തിയൊക്കെ വന്നുകൂടുന്നത് ഇതിൽ നിന്നാണ്. അത് ഞാൻ ഈ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പറയാനുള്ള കാരണം പല വ്യക്തികളും പറയുകയും കേട്ടിട്ടുണ്ട്, കാരണന്മാർക്ക് ഒരു ഉത്തരവാദിത്വമില്ല, കയറൂരിയും കൂടി വിട്ടേക്ക് വന്നു. പ്രത്യേകിച്ച് പെൺകുട്ടികളെ പറ്റിയാട്ടോ ഇങ്ങനെ കേൾക്കാറ്. സത്യം പറഞ്ഞാൽ മാതാപിതാക്കൾ കയറൂരി വിടുന്നതൊന്നും അല്ല അവര് മൂക്കേറും പൊട്ടിച്ച് കുറ്റിയും പറിച്ച് പോണതാണ്. മാതാപിതാക്കൾ അതിനകത്ത് നിരപരാധികളാണ്. അവര് ഉള്ളിന്റെ ഉള്ളിലിരുന്ന് വേദനിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സ്വന്തം മക്കളുടെ കുറ്റം മറ്റുള്ളവരോട് പറയാനും പറ്റില്ല, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് എൻ്റെ മക്കളെന്ന്. അപ്പൊ എവിടെയാണ് പ്രശ്നം പറ്റിയിരിക്കുന്നത്? നമ്മുടെ വളർച്ചയുടെ കാലഘട്ടത്തിൽ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടതായ ഇൻപുട്ട് കൊടുക്കാതെ വരുമ്പോൾ പിന്നീട് നമ്മുടെ മക്കളെ കിട്ടാത്ത പോകുന്ന ഒരവസ്ഥയാണ് നമ്മൾ ഈ കേൾക്കേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. നമ്മുടെ മക്കളുടെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും നമ്മൾ എങ്ങനെയാണ് ആ കുട്ടികളെ കൈകാര്യം ചെയ്യേണ്ടതും ആ കുട്ടികളെ എങ്ങനെ നല്ല രീതിയിൽ മോൾഡ് ചെയ്തെടുക്കേണ്ടതും എന്നുള്ളത് ഞാൻ എന്നും പറയുന്ന പോലെ, അടയ്ക്ക നമുക്ക് മടിയിൽ വെക്കാൻ പറ്റും, അടയ്ക്കാമര മടിയിൽ വെക്കാൻ പറ്റില്ല. ആ ഒരു കൺസെപ്റ്റ് തന്നെ നമ്മൾ എടുക്കുക. നമ്മുടെ കുട്ടികളെ ചെറുപ്പത്തിൽ തന്നെ പിടിക്കേണ്ടടുത്ത് പിടിക്കുക. പ്രായമായി കഴിഞ്ഞ് നമുക്ക് പിടിച്ചോടത്ത് കിട്ടില്ല. നമ്മളുടെ കുട്ടികൾക്ക് ഒരു പ്രശ്നം വന്നു കഴിയുമ്പോഴാണ് നമ്മൾ വിലക്കുകളുടെ കാര്യങ്ങളൊക്കെ ഏർപ്പെടുത്തുന്നത്. മൊബൈൽ ഉപയോഗിക്കാൻ പാടില്ല, പുറത്തു പോകാൻ പാടില്ല, കാര്യങ്ങളൊക്കെ. ഇത് പിടിക്കേണ്ട സമയത്ത് പിടിച്ചായിരുന്നെങ്കിൽ നമ്മുടെ കുട്ടികൾ നമുക്കും കൂടി കിട്ടുമായിരുന്നു. എല്ലാ മാതാപിതാക്കളും ഇതൊന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇങ്ങനെയുള്ള ഓരോ ഘട്ടങ്ങളുണ്ട്. ആ ഘട്ടത്തിലാണ് എൻ്റെ കൊച്ചിനെ ഞാൻ പിടിക്കേണ്ടത്, വിലക്കുകൾ കൊടുക്കേണ്ടത്. അല്ലാതെ നമ്മുടെ കൈവിട്ട് പോയ ശേഷമല്ല.
അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.